വാർത്തകൾ വിശദമായി. രാജ്യത്തെ E20 പെട്രോളിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും രാഷ്ട്രീയ പ്രതിഷേധങ്ങളും കടുക്കുന്നതിനിടെ കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. E20 പെട്രോൾ ഉപയോഗം മൂലം വാഹനോടമകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും സാമ്പത്തിക ബാധ്യതകളും ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം പ്രത്യേക വീഡിയോ പുറത്തുവിട്ടു. E20 പെട്രോൾ ഉപയോഗിക്കുന്നത് സാധാരണക്കാരുടെ ബൈക്കുകളെയും കാറുകളെയും ഗുരുതരമായി ബാധിക്കുന്നുണ്ടെന്ന് രാഹുൽ ഗാന്ധി വീഡിയോയിൽ ആരോപിച്ചു. സാധാരണയായി ഇത്തരം വിഷയങ്ങളിൽ എന്തോ പന്തികേടുണ്ട് എന്നാണ് പറയാറുള്ളത്. എന്നാൽ E20 ഇന്ധനത്തിന്റെ കാര്യത്തിൽ എല്ലാം പ്രശ്നമയം തന്നെയാണ്. സാധാരണക്കാരുടെ സ്കൂട്ടറുകളും കാറുകളും ഇതുമൂലം നശിക്കുകയാണ്. ഇതും ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ കൊള്ളയടിക്കുന്നതിന് തുല്യമാണെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. വിഷയം വളരെ ഗൗരവമുള്ളതാണെന്നും കോൺഗ്രസ് ഇത് ശക്തമായി ഏറ്റെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. E20 പെട്രോളിനെതിരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വൻ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾ നടക്കുകയാണ്. 2.3 ലക്ഷത്തിലധികം ജനങ്ങൾ ഒപ്പിട്ട നിവേദനങ്ങൾ സമർപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തിയ ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ ഡൽഹി പോലീസ് വഴിയിൽ തടഞ്ഞിരുന്നു. അതേസമയം ഉയരുന്ന ആരോപണങ്ങളെല്ലാം കേന്ദ്ര സർക്കാരും എണ്ണക്കമ്പനികളും തള്ളി. E20 പെട്രോൾ ആവശ്യമായ എല്ലാ ഗുണനിലവാര പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷമാണ് വിതരണം ചെയ്യുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. കുറഞ്ഞ തോതിൽ എത്തനോൾ ഉപയോഗിക്കാൻ രൂപകൽപ്പന ചെയ്ത പഴയ വാഹനങ്ങളിൽ ഇന്ധനക്ഷമതയിൽ ചെറിയ കുറവുണ്ടായേക്കാം. എന്നാൽ E20 ഇന്ധനം ഉപയോഗിക്കുന്നതുകൊണ്ട് വാഹനങ്ങളുടെ എഞ്ചിനുകൾ വ്യാപകമായി കേടാകുമെന്ന പ്രചാരണം തെറ്റാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം.